കൊല്ലം ജില്ലയുടെ വടക്കു ഭാഗത്ത് ശാസ്താംകോട്ട ബ്ലോക്കിലെ കുന്നത്തൂർ പഞ്ചായത്തിലാണ് ഞങ്ങൾ ABC മലയാളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത്. കുന്നത്തൂരിലെ രാഷ്ട്രീയം വിശദമായി തന്നെ 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ മുന്നണികൾക്ക് ലഭിച്ച വോട്ട് ശതമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരത്തി, കൂടാതെ 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഏറ്റവും ഒടുവിലായി നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ ഫലവും വച്ച് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വിശദമായി തന്നെ അവതരിപ്പിക്കും. സർ, കുന്നത്തൂർ. ഈ കുന്നത്തൂര് കേരളത്തിലെ ഏറ്റവും ചെറിയ ഒരു താലൂക്കാണ്. പിന്നെ ഇതിൻ്റെ ആസ്ഥാനം വന്നിട്ട് ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ട ഇതിനോട് ചേർന്ന് ശാസ്താംകോട്ട ശുദ്ധജല തടാകവും ഒക്കെ ഇതിൽ വരുന്നതാണ്. ഈ കുന്നത്തൂർ മണ്ഡലത്തിൽ വരുന്നതാണ്. RSPയുടെ മണ്ഡലമാണ്. RSP എന്ന് പറയും. RSP ഇങ്ങനെ പലതും വ്യാപിച്ചു കിടക്കുന്നുണ്ടല്ലോ കൊല്ലത്ത് ജില്ലയിലായിട്ട്. ഇത് കോവൂർ കുഞ്ഞുമോൻ്റെ RSP ആണ്. കുന്നത്തൂര് മൈനാഗപ്പള്ളി പോരുവഴി ശാസ്താംകോട്ട, ശൂരനാട് വടക്ക്, ശൂരനാട് തെക്ക്, പടിഞ്ഞാറേ കല്ലട, കിഴക്കേ കല്ലട, മൺട്രോ തുരുത്ത്, പവിത്രേശ്വരം എന്നീ പഞ്ചായത്തുകളാണ് ഈ കുന്നത്തൂർ മണ്ഡലത്തിൽ വരുന്നത്. മനോഹരമായ സ്ഥലങ്ങളാണ്. ശാസ്താംകോട്ട കായൽ തന്നെ മതിയല്ലോ, ഏറ്റവും അതിമനോഹരമല്ലേ. അവിടെ പിന്നെ ഒരു കുരങ്ങന്മാർ ഒരുപാട് വസിക്കുന്ന ഒരു ക്ഷേത്രവും ഉണ്ട് ശാസ്താംകോട്ടയിൽ. പിന്നെ ഈ കോവൂർ കുഞ്ഞുമോന് LDF ഒരു പ്രത്യേക വിഭാഗമായിട്ട് മാറി നിൽക്കുകയാണ്. കൂട്ടത്തിൽ കൂടിയിട്ടില്ല, എന്നാലൊട്ടും ഉണ്ട് താനും എന്ന് പറയുന്ന രീതിയിലാണ്. അത്ര പിണറായി വിജയൻ അത്ര അങ്ങോട്ട് തൃപ്തനായിട്ടുള്ള ഒരാളല്ല കോവൂര്. എന്നാലും കോവൂരിനെ കൂടെ നിർത്തി പരിലാളിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ എന്തായാലും ആ പരിലാളനെ തുടരും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് നമുക്ക് ആ കണക്കുകൾ ഒന്ന് നോക്കാം. അതെ, കുന്നത്തൂര് ഈ പറഞ്ഞ പോലെ ശാസ്താംകോട്ട ഉൾപ്പെടെ കല്ലട റിവറിന്റെ ഭാഗം എല്ലാം ഉൾപ്പെട്ട സ്ഥലമാണെങ്കിലും രസമെന്ന് പറഞ്ഞാൽ നമ്മുടെ വികസനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പലയിടത്തും കുടിവെള്ള ക്ഷാമം ഉണ്ടെന്നുള്ളതാണ്. തടാകത്തിന്റെ കരയ്ക്ക് പലയിടത്തും ആലപ്പുഴക്കാരുടെ കാര്യം പറഞ്ഞത് പറഞ്ഞ പോലെയാണ്. പലയിടത്തും പിന്നെ കുടിവെള്ള പ്രശ്നവും കുടിവെള്ളത്തിനുള്ള വേണ്ടിയിട്ടുള്ള സമരങ്ങളും ഒക്കെ ഇറിഗേഷൻ പ്രോജക്റ്റ് അത്തരം കാര്യങ്ങളൊന്നും വളരെ ഫലവത്തായിട്ടില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പല അഴിമതി കഥകളും അഴിമതിയാണ് ഇതിന്റെ പ്രശ്നം. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, സംഭരണ മണ്ഡലമാണ്. RSPയുടെ കുത്തക മണ്ഡലമാണ്. പിന്നെ 1965 T. കൃഷ്ണൻ കേരള കോൺഗ്രസ് ആണ് ആദ്യം ജയിച്ചത്. പിന്നീട് ഇങ്ങോട്ട് RSPക്കാരുടെ കോട്ടയായിട്ട് മാറി. 77 80 കല്ലട നാരായണൻ RSP ആണ് ഇവിടെ ജയിച്ചത്. 82 ഒരിക്കൽ കോട്ടക്കുഴി സുകുമാരൻ ജനതാദൾ G ഓർമ്മയുണ്ടല്ലോ, താക്കോൽ പിടിച്ചോണ്ടുള്ള ജുബായിട്ടുള്ള ഗോപാലൻ, ജനതാദൾ ഗോപാലൻ, മുഖ്യമന്ത്രി കരുണാകരൻ കൊണ്ടു നടന്ന ഗോപാലനുണ്ട്. ആ ഗോപാലിൻ്റെ പാർട്ടിയിലുള്ള ആളായിരുന്നു കോട്ടക്കുഴി സുകുമാരൻ. അദ്ദേഹം 82 അവിടെ ജയിക്കുകയുണ്ടായി. പിന്നെ മൊത്തത്തിൽ ഏതാണ്ട് ഇതൊരു RSP മണ്ഡലം തന്നെയായിരുന്നു. 3 പ്രാവശ്യം നാണു മാസ്റ്റർ RSPയുടെ നാണു മാസ്റ്റർ അവിടെ നിന്ന് ജയിക്കുകയുണ്ടായി. 87 91 96 3 തവണ അവിടുന്ന് അദ്ദേഹം ജയിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് 2001 2006 2011 2016 2021 കോവൂർ കുഞ്ഞുമോൻ 5 തവണയാണ് അടുപ്പിച്ച്. നിസ്സാര കാര്യമല്ല. ഈ ഘടകകക്ഷികളിൽ എല്ലാവർക്കും ഒറ്റയാളായിട്ടുള്ളവർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുത്തപ്പോഴും കോവൂരിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കോവൂരിനെ തഴയുകയാണ് ചെയ്തത്. ഈ കോവൂരിൻ്റെ ഒരു ഇത് അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ എങ്ങനെ ഇദ്ദേഹം ഇത്രയും തവണ ജയിച്ചെന്ന് ചോദിച്ചാൽ പറയും കല്യാണരാമനാണ്. എല്ലാ കല്യാണത്തിനും എല്ലാ ചടങ്ങുകൾക്കും അദ്ദേഹം അവിടെ എത്തിയിരിക്കും. പിന്നെ ചാക്കാല, മരണം, ഇതിനെല്ലാം കോവൂർ കുഞ്ഞുമോൻ മുമ്പിലുണ്ട്. അല്ല, ജനത്തിന് അതൊരു പിന്നെ വലിയ കാര്യമാണ്. അങ്ങനെ കല്യാണരാമനായിട്ടാണ് കോവൂർ കുഞ്ഞുമോനെ എല്ലാവരും അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല സാറേ, പിന്നെ കോവൂർ കുഞ്ഞുമോന് ആദ്യ തവണ ഒഴിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആദ്യ തവണ അവർ വലിയ ഭൂരിപക്ഷം കൊടുത്ത ആൾക്കാരെ സ്വീകരിക്കുന്നു, പിന്നെ അത് കുറയുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ. കോവൂരിന്റെ കാര്യത്തിൽ ചെറിയ ഭൂരിപക്ഷത്തോടു കൂടി അവർ സ്വീകരിച്ചിട്ട് പിന്നെ ഒരു വലിയ ഭൂരിപക്ഷം കൊടുത്ത് നിലനിർത്തുകയായിരുന്നു. 3486 വോട്ടുകൾക്കാണ് ആദ്യം അദ്ദേഹം അവിടെ വിജയിക്കുന്നത്. പിന്നെ 22,000 പേരെ വോട്ട്, 12,000 പേരെ വോട്ട്, 20,500 2016. പിന്നെ അവസാനം അത് 1790 നിൽക്കുകയാണ്.
അതായത് ജനം ഏതാണ്ട് കൈവിട്ട് മട്ടിലാണ്. വീട്ടിലാണ്. കാരണം മടുത്തു. 5 വർഷം 5 തവണ അടുപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ 10-25 വർഷമേ. അത് സ്വാഭാവികമായി 2000 മുതൽ 2026 വരെ കോവൂർ കുഞ്ഞുമോന്റെ ഒരു തേർവാഴ്ചയാണ് കുന്നത്തൂർ നടന്നിരിക്കുന്നത്. സാർ അത് മാത്രമല്ല തോന്നുന്നു. മറ്റൊരു കാര്യം വെച്ചാൽ ഇപ്പൊ മാണി കേരള കോൺഗ്രസ് തന്നെ പിരിയുമ്പോൾ ഒക്കെ സ്വാഭാവികമാണ്. അപ്പൊ ഇതിനകത്ത് കുറെ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം എല്ലാ ചടങ്ങുകൾക്കും ഒരു വീട്ടിൽ എന്ത് ചടങ്ങുണ്ടോ, കല്യാണമാണോ മരണമാണോ, അല്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഈ 2016 നിയമത്ത് BJPക്ക് പറ്റിയത് എന്താണ്? ഓ രാജഗോപാൽ അല്ലേ വിജയിച്ചത്. രാജഗോപാലിന് അങ്ങനെ ഓടി നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അതെ, വാർദ്ധക്യം. അദ്ദേഹത്തിന് അങ്ങനെ അവിടുത്തെ ഈ കല്യാണം മരണം ഇതിലൊന്നും എല്ലാ വീടുകളിലും എത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലായിരുന്നു. അവിടെ ഒരു പരാജയമാണ് സംഭവിച്ചത്. ആൾക്കാർക്ക് ആഗ്രഹിക്കും. പണ്ട് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ അകമ്പടിയോടാണ് വലിയ കല്യാണം. പണ്ട് നമ്പൂരി കല്യാണം, നായർ കല്യാണം ഒക്കെ അങ്ങനത്തെ നടത്തുന്നത്. ഇപ്പൊ ഒന്നുകിൽ മന്ത്രി വേണം അല്ലെങ്കിൽ MLA വേണം. അതാണ് ഇപ്പൊ ആളുകളുടെ ഒരു ഡിമാൻഡ്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന് പകരം MLA മന്ത്രിയോ വേണം, MP വരണം. ഇതൊക്കെയാണ് ആളുകളുടെ ആഗ്രഹം. അതൊന്നും അവസാനിപ്പിക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ. MPയും MLA ഈ മണ്ഡലത്തിലെ പണ്ട് കാലങ്ങളിൽ ഇവരൊക്കെ മാറി നിൽക്കുമായിരുന്നു. പിന്നെ ആ താഴേക്കിടയിലുള്ളവന്റെ കല്യാണത്തിന് ഞാൻ എന്തിനാ പോകുന്നത് എന്നൊക്കെ അവിടെയുള്ളവരുടെ പോയില്ലെങ്കിൽ, താഴേക്കിടയിലുള്ളവരുടെ പോയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എന്തായാലും നമുക്ക് ആ 2016 21 വോട്ടിന്റെ നിലയിൽ നോക്കാം. 2016 കോവൂർ കുഞ്ഞുമോൻ പിടിച്ചത് 75,720 47 പോയിന്റ് 47.38% വോട്ട് അദ്ദേഹത്തിന് കിട്ടി. ഉല്ലാസ് കോവൂരാണ് RSPയുടെ തന്നെ. ഉല്ലാസ് കോവൂരാണ് മറ്റേ വിമത അപ്പുറത്തെ UDF RSPയുടെ ഉല്ലാസ് കോവൂരാണ് മത്സരിച്ചത്. അദ്ദേഹത്തിന് 55,196 വോട്ട് കിട്ടി. അവിടെ ഭൂരിപക്ഷം 20,529 ആയിരുന്നു കോവൂർ കുഞ്ഞുമോൻ്റേത്. അങ്ങനെ കോവൂർ കുഞ്ഞുമോൻ അവിടെ വളരെ ഷൈൻ ചെയ്തു. 2021 പിക്ചർ വീണ്ടും മാറി. പക്ഷേ കോവൂർ കുഞ്ഞുമോൻ തന്നെ ജയിച്ചു. 69,531 വോട്ടാണ്. 43% ഭൂരിപക്ഷം കുറഞ്ഞു. ഉല്ലാസ് ഏതാണ്ട് 55,000 നിന്ന് 65,522 വോട്ടായിട്ട് കൂട്ടി. അപ്പോൾ 2,790 വോട്ടായിട്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു. ഇതാണ് നോക്കണം സാർ. പിന്നെ മൂന്നാം സ്ഥാനത്തെത്തിയ തഴവ സഹദേവൻ. തഴവ സഹദേവനായിരുന്നു അവിടെ മൂന്നാം സ്ഥാനത്ത്. അത് BD ജേഴ്സിന്റെ പരസ്പരം കാല് വരാതെ വലിയ കുഴപ്പമില്ല. 21,742 വോട്ട് പിടിച്ചു. അത് 16 വരുമ്പോൾ 21,747 BJP കാൻഡിഡേറ്റ്. അതെ, മാറ്റം വന്നിട്ടില്ല. BJP കാൻഡിഡേറ്റും 21,747 വോട്ട് പിടിച്ചിരിക്കുന്നു. സഹകരണം അവിടെ കാണാം. പല മണ്ഡലങ്ങളിൽ ഇല്ലാത്തൊരു സഹകരണം അവിടെ കാണുന്ന. ഈ കുന്നത്തനാടിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇവിടെ റാം റഹീം എല്ലാം കൂടെ ഒന്നിച്ചു വരുന്നതാണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ ഏതാണ്ട് ഒരുപോലെ വരുന്നതാണ്. അമർ അക്ബർ ആന്റണി മണ്ഡലമാണ്. ഏതാണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പ്രോമിനൻസ് ഏതാണ്ട് ഒരുപോലെയാണ്. ആ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. അതായത് ഈ 21 കണക്ക് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും അത് ഭൂരിപക്ഷം കുറഞ്ഞ മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിയേണ്ടുന്നത് ഈ 3000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ വർഷം പിടിച്ച ആൾക്കാരെല്ലാവരും ഭയപ്പാടിലാണ്. കാരണം അങ്ങനെയുള്ള മണ്ഡലങ്ങൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഇത്തവണ BJP എത്ര പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന വോട്ടിന്റെ ഉയർച്ച ഇനിയും അത് കൂടുകയാണെങ്കിൽ BJPക്ക് എത്ര വരും എന്നുള്ളതൊരു എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. അത് നമ്മളെപ്പോഴും കാണാതെ പോകുന്നൊരു കാര്യമാണ്. അത് ഈ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കണക്കുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തന്നെ ആ മണ്ഡലങ്ങളിൽ അവർക്ക് വീണ്ടും മത്സരിക്കേണ്ടി വരികയോ മറ്റൊരാളിൽ ദൗത്യം ഏറ്റെടുക്കുകയോ ചെയ്യുന്ന സമയത്ത് അവർ കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടി. ഈ അതിൽപ്പെട്ട ഒരു മണ്ഡലമാണ് ഇത്. സാർ പറഞ്ഞതുപോലെ BJP എത്ര വോട്ട്, NDA എത്ര വോട്ട് പിടിക്കുമെന്ന് അറിയില്ല. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ BDS നിന്നപ്പോഴും BJP നിന്നപ്പോഴും ഒരേപോലെ വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ ഒരു ഐക്യം നിലനിന്നാൽ വീണ്ടും വോട്ട് കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ഇവിടെ ബാധിക്കും എന്നുള്ള വലിയ വിഷയമായി നാളെ കുന്നത്തൂർ സംഭവിച്ചേക്കാം. ഇനി കുന്നത്തൂർ 2019-ലെയും 2024-ലെയും കണക്കുകൾ, ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ കുന്നത്തൂർ എത്ര ലഭിച്ചു എന്ന് നോക്കുമ്പോൾ 2019 UDFന് 44.6% കിട്ടിയത്. 69,500 വോട്ടുകൾ കിട്ടി UDFന്. LDFന് 40% വോട്ടുകളാണ്, അതായത് 62,327 വോട്ടുകളാണ് LDFന് ലഭിക്കുന്നത്. NDAക്ക് 21,136 വോട്ടുകൾ ലഭിച്ചു, അതായത് 13.6% വോട്ടുകളാണ് NDAക്ക് ലഭിച്ചത്. സാർ ഇത് 24-ലേക്ക് വരുമ്പോൾ 44% വോട്ട് പിടിച്ചിരുന്ന UDF 24-ലേക്ക് വരുമ്പോൾ 40.6-ലേക്ക് 59,155 വോട്ട്.
LDF 40 നിന്ന് 41 മാറി 60,502 വോട്ടുകൾ ലഭിച്ചു. അവിടെ 13.6 നിന്നും 24 എത്തുമ്പോൾ 15.4 NDAക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 22,473. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിന്നത്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി കാണുമ്പോൾ കുറച്ചൊരു കണക്ക് വ്യക്തമാണ്. അതിൽ വളരെ വ്യത്യസ്തമായ ഒരു പിക്ചറാണ്. അതായത് BJP പിന്നെയും ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. 22,000 നിന്ന് 33,004 വോട്ടായിട്ട് മാറി. അതാണ് അവരുടെ വ്യത്യാസം. നല്ല വർധനമല്ലേ? ഭയങ്കര 10,000-ലധികം വോട്ടിന്റെ വ്യത്യാസമല്ലേ? 11,000-ൽ പരം വോട്ടിന്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം 66,005 വോട്ട് UDF പിടിച്ചിരിക്കുന്നു. 63,000 ലോക്കൽ ബോഡിയിൽ 63,006 വോട്ടാണ് LDFന് കിട്ടിയിരിക്കുന്നത്. LDF ഇത്രയും നാളും പിടിച്ച് നിലനിർത്തിയിരുന്ന ഈ മണ്ഡലത്തിൽ 2,939 വോട്ടിന് UDF ലീഡ് ചെയ്യുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ. അതായത് 6 മാസം മുമ്പ് ഈ ഇലക്ഷനും ആ ഇലക്ഷനും തമ്മിലുള്ള 6 മാസത്തിൻ്റെ ഡിഫറൻസിനിടയ്ക്ക് ഇനി വലിയ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കേണ്ടതാണ്. അത് ഈ 6 മാസത്തെ കാലാവധിക്കുള്ളിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഇരു മുന്നണികളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ശബരിമല പിന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇപ്പോൾ ഇരു രാഷ്ട്രീയ മുന്നണികളെയും ഒരുപോലെ ശബരിമലയിലെ പ്രതിയാക്കുന്ന ഒരു SIT നീക്കം വരികയാണെങ്കിൽ അതെന്തായിരിക്കും വോട്ടിംഗ് നിലയിൽ മാറ്റം വരുത്തുന്നത്, ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്നത് നമ്മൾ കണ്ടു. മൂന്നാം മുന്നണിയും ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. നല്ലൊരു ഐക്യം പല അപൂർവമായി മാത്രം ചില മണ്ഡലങ്ങളിൽ കാണുന്ന ഒരു പ്രതിഭാസം. അതായത് BDJS നിന്നാലും BJP നിന്നാലും ഏതാണ്ട് ഒരേപോലെ വോട്ട് പിടിക്കും എന്ന് പറയുന്ന ആ സ്വഭാവം ഈ മണ്ഡലവും കാട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ അത് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഐക്യത്തോടു കൂടി അവർ പെരുമാറുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ആ കാണുന്നത്. അത് ഇനിയും വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ശബരിമല ഇഷ്യൂ കൂടിയുള്ള സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ആ വോട്ടുകൾ അവർ ചോർത്തിയെടുക്കുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഇരു മുന്നണികളെയും അത് പിന്നെ കൂടുതൽ അവർ രംഗത്തേക്ക് ഇറക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകമാണത്. ഇതാണ് വാസ്തവത്തിൽ കുന്നത്തൂരിലെ ഒടുവിലത്തെ രാഷ്ട്രീയ ചിത്രം.